ഖലീഫ ആമിർ അലിയുടെ പൊട്ടിക്കൽ അപ്പോൾ വലിയ ശബ്ദകോലാഹലമില്ലാതെയൊക്കെ പൊട്ടിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഒരു വൈശാഖ് ചിത്രത്തിൽ നിന്ന് ഞാൻ എന്താണോ പ്രതീക്ഷിച്ചത്, അതായത് അത്യാവശ്യം നല്ലൊരു മേക്കിങ്ങും അത്യാവശ്യം നല്ല മോശം ഒരു സ്ക്രിപ്റ്റും. അപ്പോൾ ജിനു വി എബ്രഹാമാണ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞപ്പോഴേ എനിക്കൊരു 50-50 ചാൻസ് ആണ് ഈ പടത്തിന് ഇനീഷ്യലി ഉണ്ടായിരുന്നത്. അതുപോലെയൊക്കെ തന്നെയാണ് എനിക്ക് പേഴ്സണലി സംഭവിച്ചതും. കാരണം ഫസ്റ്റ് ഹാഫിലൊന്നും ഒരു കഥാപാത്രമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇമോഷണലി എന്നുള്ളത് പോട്ടെ, ഈവൻ ആമിർ അലി ആയിട്ട് പോലും നമുക്കൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഖലീഫയുടെ മെയിൻ ഹൈപ്പ് ഫാക്ടേഴ്സ് ആയിരുന്നു ആസ് ബി ഓൾ നോ എൽ ഫാക്ടർ ആൻഡ് ആ അയാം ഗെയിം ആയിട്ടുണ്ടായിരുന്ന ഒരു ക്ലാഷ്. ഒരു തരത്തിൽ അയാം ഗെയിം ആയിട്ടുള്ള ക്ലാഷ് ഒഴിവായിപ്പോയത് നന്നായി എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഹൈപ്പും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പോയ തിയേറ്ററിലൊന്നും അത്രയധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. 9 മണിയുടെ ഷോക്കൊക്കെയാണ് പോയത്. പിന്നെ എൽ ഫാക്ടർ, ആ സീൻ രാജുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ വേറെ എവിടെ കൈയിടി വിടലേലും അവിടെ കൈയിടി വീഴ്ത്തിയിരിക്കും. അതുപോലെ തന്നെ ഈ പടത്തിൻ്റെ ഒരു ഫ്ലോയിൽ നിന്ന് തികച്ച് വ്യത്യസ്തമായിട്ടാണ് ആ ഒരു സമയത്ത് ആ ഒരു സ്ക്രീൻ പ്രസൻസും ഓറയൊക്കെ കൊണ്ട് തന്നെയാണ് തികച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇനി സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ടാവും എന്നാണല്ലോ പറയപ്പെടുന്നത്. ഉണ്ടാവുകയാണെങ്കിൽ മികച്ചൊരു സെക്കൻഡ് പാർട്ട് ആവാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഓണ സമയത്ത് ഈ എൽ ഫാക്ടറോ അല്ലെങ്കിൽ ചെറിയ തിയേറ്ററൊക്കെ പോയി കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അടുത്തുള്ള തിയേറ്റേഴ്സിൽ പോയിട്ട് ഖലീഫ കാണാം. ആൻഡ് പേഴ്സണലി ഖലീഫ എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. ആൻഡ് നൗ ഇറ്റ്സ് യുവർ ടേൺ.